ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു SMVlog. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അറബിക് സ്വീറ്റ്സ് ആയ ബസ്ബൂസയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബസ്ബൂസക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, 1 കപ്പ് റവ, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് മിൽക്ക്, 1 കപ്പ് തൈര്, മിൽക്ക് മെയ്ഡ്, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, ബട്ടർ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളെടുത്ത് റവ, തേങ്ങ, പാല്, തൈര്, പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യുക. ഈ റവയും പഞ്ചസാരയും തേങ്ങയൊക്കെ ഇതിൽ നിന്നും നന്നായി മിക്സായതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടിയത്. ഈ ഒരു ബസ്ബൂസ ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ടാണ്. ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കുക. എന്നാൽ കരിഞ്ഞൊന്നും പോകാതെ നല്ല ഓവനിൽ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. ഇതുപോലെ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടോപ്പ് എടുത്ത് നന്നായി മൂടി വെക്കുക. ഈ ഒരു ബസ്ബൂസ ഉണ്ടാകാനുള്ള സമയം 40-45 മിനിറ്റ് കൊണ്ട് ഈ ഒരു ബസ്ബൂസ നല്ല അടിപൊളിയായി കുക്കായി വന്നിട്ടുണ്ടാകും. 40 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ടോപ്പ് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഫ്രൈ പാൻ എടുത്ത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊട്ടിപ്പോകാതെ പതുക്കെ വേണം ചെയ്യാൻ. ഇതിനു വേണ്ടിയുള്ള സിറപ്പ് ഉണ്ടാക്കാം. 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം. ഇത് നന്നായി ബോയിലായി വരുന്ന സമയത്ത് ഒരു 1/2 ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ഈ ഒരു സിറപ്പ് ബസ്ബൂസയുടെ മേലയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിനൊരു ഡെക്കറേറ്റിന് വേണ്ടി ഞാൻ ബദാമാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മേലയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അത് ഒരാൾ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബസ്ബൂസയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്.